ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഈസി സാമ്പാർ ആയാലോ. വിത്തിൻ 5 minutes 10 minutes നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സാമ്പാർ. നമുക്ക് ഇത് ചോറിനായാലും കൂടുതൽ ഇഡ്ലിക്കൊക്കെ കേട്ടോ എനിക്കിത് കൂടുതൽ ഇഷ്ടം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്ക, അതേപോലെ ക്യാരറ്റ്, ഉള്ളി, തക്കാളി, ഇത്രയാണ് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മത്തനോ വെള്ളരിയോ എന്ത് വേണമെങ്കിലും ഇടാട്ടോ, മുരിങ്ങക്കായോ. അപ്പോൾ വെജിറ്റബിൾസ് ഇത്രയും. പിന്നെ ഇമ്പോർട്ടൻറ്റ് പരിപ്പ് വേണം, പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ സാമ്പാർ പൊടി. സാമ്പാർ പൊടി നമ്മൾ ഇട്ടിട്ട് നമുക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും ഇടാം. അപ്പൊ ആദ്യം ഒരുപാട് ഇടണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും വേണം. പിന്നെ വറവിടാനായിട്ടുള്ള കടുക്, മുളക്, കരുവേപ്പില, ലാസ്റ്റ് താഴ്ത്താൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പ്. പിന്നെ കുറച്ച് കായം ഓപ്ഷണലാണ്, ഞാൻ പിന്നെ കായം ഇടാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതെങ്ങനെയാണ് ക്വിക്കായിട്ട് ഉണ്ടാക്കുക എന്ന് നോക്കാം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ പുളി ഇല്ലല്ലോ എന്ന്. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ പുളി യൂസ് ചെയ്യുന്നില്ല, പകരം കുറച്ച് എക്സ്ട്രാ തക്കാളി എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒട്ടും ടേസ്റ്റ് ബോറായിട്ടുള്ളതൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിന് വേറെ ഒരു ടേസ്റ്റാണ്. പുളി ഒഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് പുളി ഒഴിക്കാത്തത്. അപ്പൊ എങ്ങനെയാന്നുള്ളത് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പരിപ്പ്, വെള്ളം കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ പച്ചക്കറികൾ എടുത്തു വെച്ച. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ വെണ്ടയ്ക്കൊക്കെ അങ്ങ് ഉടഞ്ഞ് കലങ്ങുമല്ലോ എന്ന്. അങ്ങനെ ഉടഞ്ഞ് കലങ്ങില്ല കേട്ടോ. ഇപ്പോഴത്തെ വെണ്ടയ്ക്കൊന്നും അങ്ങനെ ഉടഞ്ഞ് കലങ്ങുന്നില്ല, അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. പിന്നെ നമ്മൾ ഇടേണ്ടത് എടുത്തു വെച്ച പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, അതേപോലെ ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 4-5 വിസിൽ വന്നോട്ടെ. പരിപ്പ് നല്ലോണം ആവണല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തുളിച്ചു കൊടുക്കാം. ഞാൻ എപ്പോഴും ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യം പറയാൻ മറക്കൂട്ടോ. ഏതൊരു നാടൻ ഐറ്റം ആണെങ്കിലും വെളിച്ചെണ്ണ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അപ്പം അതുകൊണ്ട് പറയാൻ മറക്കുന്നതാണ്. കുറച്ച് പരിപ്പ് നമ്മുടെ കുക്കർ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് എന്താ പറയുക പതഞ്ഞിട്ടേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലോണം ഇളക്കി നമുക്ക് അടച്ചിട്ട് വെയിറ്റ് ഇട്ട് വിസിൽ വരാൻ വിസിൽ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പൊ നമ്മൾ 4-5 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ആവി മുഴുവൻ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് തുറന്നു നോക്കാം. കണ്ടുവോ, ഞാൻ പറഞ്ഞില്ലേ ഈ വെണ്ടയ്ക്കൊന്നും ഉടയൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇനി കായപ്പൊടി അത് ഒരു നിർബന്ധമില്ല, കാരണം നമ്മൾ ഈ സാമ്പാർ പൊടിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് നല്ല ചൂടിൽ സാമ്പാർ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കായപ്പൊടി ഇട്ടാൽ ആ ഒരു മണം വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും ചെയ്യും, നല്ലൊരു മണം വരും. അപ്പം നമ്മൾ കായപ്പൊടി ഇട്ടു. ഇനി നമുക്ക് മല്ലിച്ചപ്പ് താഴ്ത്താം. മല്ലിച്ചപ്പ് ഒന്നിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഒന്നിച്ചങ്ങ് താഴ്ത്താണ്. ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് വറവിടാം. വറവിടാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം കേട്ടോ. അപ്പൊ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാവട്ടെ. ബൈ ദ വേ ഞാൻ സാമ്പാറിന്റെ മറ്റേ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആവശ്യത്തിനുള്ള ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് പൊടി കുറവാന്നൊന്നും തോന്നിയില്ല. ഈ പൊടി കുറവാന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ സ്റ്റേജിൽ നമ്മൾ കടുകും മുളകും കരുവേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സാമ്പാർ പൊടിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് വറവിട്ടാൽ മതി കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ചൂടായിണ്ടേ. നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ കടുകിടാം. കടുക് പൊട്ടിയുണ്ട്. ഇനി മുളകും കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ഈസി ടേസ്റ്റി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്ന് മൊത്തത്തിൽ നോക്കിയാൽ തന്നെ ഒരു വെജിറ്റബിൾസ് കട്ടിങ് അടക്കം ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ മാക്സിമം. ആ വിസിൽ വരാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയും ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് അതേപോലെ നമ്മുടെ വറുത്തരച്ച സദ്യ സാമ്പാർ ആണ് ഇഷ്ടമെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എന്ന് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.